ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ സാമൂഹ്യ ശാസ്ത്രം മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, കണ്ടോ കൂട്ടുകാരെ, നല്ല ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത് ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? ഒന്ന്, കൃഷിയിടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അല്ലെ. കൃഷിയിടങ്ങള്, ചന്തകള്, അതുപോലെ തന്നെ കൂട്ടായ്മകള്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇനി ഇതിലെ ബി ചോദ്യം, പീലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്കു സമാനമായി ഇന്ന് നിങ്ങളുടെ നാട്ടിൽ സാധന കൈമാറ്റത്തിന് ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാം? 2 എണ്ണമാണ് നിങ്ങളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പീലിയുടെ ഗ്രാമത്തിൽ ഒരുപാട് ചന്തകളല്ലേ, ആഴ്ച ചന്തകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോർമലി നമ്മുടെ നാട്ടിലിപ്പോ ഒക്കെ കാണുന്നത് എന്തൊക്കെയാണ്? കടകള്, വിപണികള്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കടകള്, വിപണികള്, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. ഇനി അടുത്തത് പ്രവർത്തനം 2, തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ സുപ്രധാന മാറ്റമുണ്ടാക്കി എന്നാണ് പറയുന്നത്. തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യന്റെ ഭക്ഷണ സംസ്കാരത്തിന് ഉണ്ടായ മാറ്റത്തിൽ പെടാത്തത് ഏത്? ഇവിടെ തന്നിട്ടുണ്ട്, വേവിച്ച് തിന്നുന്നു, ചുട്ടു തിന്നുന്നു, പച്ചക്ക് തിന്നുന്നു, പുഴുങ്ങി തിന്നുന്നു. ഇതിലേതാണ്? തീ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് മനുഷ്യൻ വേവിച്ച് തിന്നാനും തുടങ്ങി, ചുട്ടു തിന്നാനും തുടങ്ങി, പുഴുങ്ങി തിന്നാനും തുടങ്ങി. പച്ചക്ക് തിന്നുന്നു എന്നുള്ളത് ചെയ്തിരുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ മാറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ബി ചോദ്യം, പ്രാചീന മനുഷ്യന്റെ തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയപടം നിരീക്ഷിച്ച് ക്രമപ്പെടുത്തുക. ഇവിടെ തന്നിട്ടുണ്ട് ആശയപടം. ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി, വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി, അതുപോലെ തന്നെ കാട്ടുതീയിൽ ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം ഭക്ഷണമാക്കി, തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു, മത്സ്യം, മാംസം എന്നിവ ചുട്ടുതിന്നു. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ക്രമപ്പെടുത്തി എഴുതേണ്ടത്? ഒന്നാമതായിട്ട് ഏത് വരണം? ഒന്നാമതായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് എന്താണെന്ന്, കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം ഭക്ഷണമാക്കി എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വരേണ്ടത്. അതിനുശേഷം വരേണ്ടത് തീയുണ്ടാക്കി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി, അതുപോലെ മത്സ്യം, മാംസം എന്നിവ ചുട്ടു തിന്നാൻ തുടങ്ങി, അതുപോലെ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി, ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഓർഡർ ആയിട്ടാണ് വരേണ്ടത്. ഒന്നുകൂടെ പറയാം. തീയുണ്ടാക്കി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ശീലിച്ചു, മത്സ്യം, മാംസം എന്നിവ ചുട്ടു തിന്നാൻ തുടങ്ങി, വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി, ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഓർഡർ ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ഇവിടെ ഒരു ഗോഡൌണും സൂപ്പർ മാർക്കറ്റുമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ എ ചോദ്യം, ഇന്ന് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണത്തെയും കൈമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. എങ്ങനെയായിരിക്കും ആദിമ മനുഷ്യൻ ഭക്ഷണം സംഭരിച്ചു വെച്ചിട്ടുണ്ടാവുക? ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്? ആദിമ മനുഷ്യൻ മൺപാത്രം ഉപയോഗിച്ചും മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിലും ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകള്, മരപ്പാത്രങ്ങള്, കൂടാതെ പത്തായം പോലുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ചായിരുന്നു സാധനങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നത്. ഒന്നുകൂടെ പറയാം. ആദിമ മനുഷ്യൻ മൺപാത്രം ഉപയോഗിച്ചും മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിലും ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകള്, മരപ്പാത്രങ്ങള്, കൂടാതെ പത്തായം പോലുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ചായിരുന്നു സാധനങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ബാർട്ടർ സമ്പ്രദായം എന്ന പേരില്. ബാർട്ടർ സമ്പ്രദായം. ഇനി അടുത്തത് നോക്കൂ, പ്രവർത്തനം 4 ആണ് നോക്കാനുള്ളത്. ഇവിടെ എന്താണ്, ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ഡോക്ടർ, കെട്ടിട തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, അധ്യാപിക, പോലീസ്, മരം വെട്ട് തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് മാസ ശമ്പളമുള്ള തൊഴിലിലും ദിവസക്കൂലിയിലുമുള്ള തൊഴിലും ഏർപ്പെട്ടിരിക്കുന്നവരെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാസ ശമ്പളത്തിൽ തന്നിട്ടുണ്ട്, പോലീസ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആർക്കൊക്കെയാണ്? ഡോക്ടർ, അധ്യാപിക, ഇവർക്കൊക്കെ മാസ ശമ്പളമാണ്. ഇനി ദിവസക്കൂലിയാണെങ്കിലോ ചുമട്ട് തൊഴിലാളി, മരം വെട്ട് തൊഴിലാളി, കെട്ടിട തൊഴിലാളി, കെട്ടിട നിർമ്മാണ തൊഴിലാളി. ഓക്കെ. ഇനി ബി, തൊഴിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എന്താണ് കൂട്ടുകാരെ തൊഴിൽ എന്ന് പറഞ്ഞാൽ? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു.
വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തൊഴിൽ എന്നവിടെ ലഘു കുറിപ്പായിട്ട് എഴുതിയാൽ മാത്രം മതി. ഇത് സി ചോദ്യം, ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക. പലിശ, ലാഭം, ശമ്പളം, ലാഭവിഹിതം. ഏതാണ്? ലാഭവിഹിതം എന്നതാണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇവിടെ 2 കുട്ടികളുടെ സംഭാഷണമാണ് തന്നിട്ടുള്ളത്. എന്താ പറയുന്നത്? റേഞ്ചും വൈഫൈയും ഇല്ലാതെ ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പീലി? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പോൾ പറയുന്നുണ്ട്, നഗരത്തേക്കാൾ രസം എവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പീലിയുടെ ചാപ്റ്ററിലെ 2 കൂട്ടുകാരുടെ അഭിപ്രായമാണല്ലേ. സംഭാഷണം വായിച്ചല്ലോ. പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതുക. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കളിക്കാറുണ്ട്? കൂട്ടുകാർ കളിക്കുന്ന എന്തെങ്കിലും 2-3 വിനോദം എഴുതിയാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൈകൊട്ടിക്കളി, കണ്ണുപൊത്തുകളി, ചതുരംഗം കളി, അങ്ങനെയുള്ള കല്ലുകളി, ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ബി ചോദ്യം, ഓൺലൈൻ ഗെയിമുകളും പീലിയുടെ ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും താരതമ്യം ചെയ്ത് ഗുണദോഷങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്തൊക്കെയാണ്? ഇപ്പൊ പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങളിലാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? സ്നേഹബന്ധങ്ങൾ വളർത്താൻ സഹായിക്കുന്നു, പരസ്പരം നേരിട്ട് ആശയങ്ങൾ കൈമാറാനും കായിക ശേഷിയും വർദ്ധിക്കുന്നു. ഇനി ദോഷങ്ങളോ? കാലത്തിനനുസരിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ അറിവില്ലായ്മ, പുത്തൻ അറിവുകളുടെ അപര്യാപ്തത, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ദോഷങ്ങൾ എന്ന് പറയുന്നത്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിലും കൂടെ വിവരം ഉണ്ടാവണം അല്ലേ. അപ്പൊ അതുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമുകളെ കുറിച്ചിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഓൺലൈൻ വിനോദങ്ങളുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പുതിയ പുതിയ വിനോദങ്ങൾ കണ്ടെത്താം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ അറിവ് നേടുകയും ചെയ്യാം. ദോഷങ്ങൾ എന്ന് പറയുന്നത് കായിക ശേഷി കുറയുന്നു, പരസ്പരം സ്നേഹവും ഐക്യവും കാണാൻ കഴിയില്ല. ഇതൊക്കെയാണ് ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പ്രവർത്തനം 6 നോക്കാനുള്ളത്. ഇതിൽ എ ചോദ്യം, വസ്ത്രനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ നമുക്കറിയാം. 2 തരം നാരുകളാണുള്ളത്. ഒന്ന് പ്രകൃതിദത്ത നാരുകൾ, മറ്റൊന്ന് കൃത്രിമ നാരുകൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് കൃത്രിമ നാരുകളാണ്. ഇനി കൃത്രിമ നാരുകളിൽ പോളിസ്റ്ററും നൈലോണുമാണുള്ളത്. പ്രകൃതിദത്ത നാരുകൾ വീണ്ടും 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജന്തുജന്യ നാരുകൾ, അടുത്തത് സസ്യജന്യ നാരുകൾ. ഓക്കെ, അപ്പോൾ സസ്യജന്യ നാരുകൾ എന്നുള്ളതാണ് 2ാമത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി സസ്യജന്യ നാരുകളിൽ പരുത്തിയും ചണവുമാണ്. അങ്ങനെയാണെങ്കിൽ ജന്തുജന്യ നാരുകളിൽ 2 ഉദാഹരണങ്ങൾ നമുക്ക് കൊടുക്കണം. ഒന്ന് പട്ടുനൂല്, മറ്റൊന്ന് കമ്പിളി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ കൃത്രിമ നാരുകൾ, 2ാമത്തെ ആൻസർ സസ്യജന്യ നാരുകൾ, 3ാമത്തേത് പട്ടുനൂല്, 4ാമത്തേത് കമ്പിളി. ഓക്കെ, ഇങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിന്റെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെഴുതാം? കണ്ണൂർ കൈത്തറി എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, കണ്ണൂർ കൈത്തറി. ഇനി 7ാമത്തേതും അവസാനത്തെ ചോദ്യവുമാണ്. ഭക്ഷ്യവിഭവവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൂർത്തിയാക്കുക. ഇവിടെ ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഭക്ഷ്യവിഭവം കൈതച്ചക്കയാണ്. അതിന്റെ ജന്മദേശം വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ എഴുതി കൊടുക്കണം. ഇന്ത്യയിലെത്തിച്ച് രാജ്യക്കാർ പോർച്ചുഗീസുകാരാണ്. വർഗം പഴമാണ്. ഏതായിരുന്നു കൂട്ടുകാരെ ഇതിന്റെ ജന്മദേശം എന്ന് പറയുന്നത്? ബ്രസീലാണ്. ഓക്കെ, ബ്രസീലാണ്. ഇനി ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന മറ്റു ഭക്ഷ്യവിഭവങ്ങൾ പട്ടികയാക്കുക. ഏതെങ്കിലും 4 എണ്ണത്തിന്റെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മരച്ചീനി, ഉരുളക്കിഴങ്ങ്, കശുവണ്ടി, പപ്പായ, ഇതൊക്കെ എഴുതി കൊടുക്കാം. ഒന്നും കൂടെ പറയാം: മരച്ചീനി, ഉരുളക്കിഴങ്ങ്, കശുവണ്ടി, പപ്പായ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.